ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റം ആയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. സ്ക്രാപ്പ് ബുക്കിൻ്റെ ബുക്കായിട്ടല്ല, പക്ഷേ ഒരു കാർഡ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ്. നമുക്ക് വിത്ത് നോ കോസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന സംഭവങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രാപ്പ് കാർഡ് ആയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, അതായത് എത്ര സെൻറ്റിമീറ്റർ വേണം എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് വെക്കുകയാണ്. അതായത് എത്രയൊക്കെ വേണം എന്നുള്ളതൊന്ന് എഴുതി വെച്ചാൽ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ ഷേപ്പിലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെ ഒരു ചാർട്ടാണ്. നമുക്കിത് കടയിലൊക്കെ കിട്ടും, നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലും അതുപോലെ തന്നെ ബുക്ക് സ്റ്റോൾസിലൊക്കെ കിട്ടും. അതിന് 25 രൂപയാണ് ചാർട്ടിന് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റാണ്. ഇതിന് നമുക്ക് 10 രൂപയാണ് വരുന്നത് കേട്ടോ. പക്ഷേ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. മറ്റേതിൽ കുറച്ച് തിക്നെസ് കൂടുതലാണ്, ഇത് കുറച്ച് തിക്നെസ് കുറവാണ്. പക്ഷേ ഇതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ രണ്ടിനും കളറും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ആ ചാർട്ടിന് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ്. പിന്നെ ഇതുപോലുള്ള ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഇനി ഞാൻ ആ ചാർട്ട് എടുത്തിട്ട് ചാർട്ടിൽ നമ്മൾ നേരത്തെ എടുത്ത മെഷർമെൻറ്റ്സ് ഇല്ലേ, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിരിക്കും. അപ്പോൾ ഇതാ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് അകത്തുള്ളതും പുറത്തുള്ളതും എല്ലാം, അകത്തുള്ളത് നമ്മുടെ 10 സെൻറ്റിമീറ്ററാണ്, പുറത്തുള്ളതൊക്കെ നമ്മൾ 12 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു കാർഡ് പോലെ ആക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ആ 4 ഭാഗത്തെയും നമ്മൾ 12 സെൻറ്റിമീറ്റർ എടുത്തിരുന്നു ലെങ്ത്ത് ഓരോന്നിൻ്റെയും. അപ്പോൾ അത് ഞാൻ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഭാഗത്തെ ആ ഒരു 2 സെൻറ്റിമീറ്റർ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ജസ്റ്റ് നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ 2 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യം ഇല്ല. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ സെൻറ്ററിലുള്ളതും പിന്നെ നമ്മൾ ആ കട്ട് ചെയ്തതും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ആയിരിക്കും കേട്ടോ. ഇനി ഇത് കണ്ടോ, നമ്മൾ ഇതേപോലെ മടക്കി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തത്. താഴെയുള്ള ഭാഗം നമുക്ക് മുകളിലേക്ക് മടക്കി വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിങ്ങനെ മടക്കി അതിനുള്ളിലേക്ക് വെച്ചാൽ സെക്യൂറായിട്ട് ഇരിക്കും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഇനി മുകൾ ഭാഗം താഴേക്ക് മടക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാർഡ് വരിക. അപ്പോൾ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ കുറച്ച് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കുറച്ച് മെസ്സേജസൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാനിത് ഉള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു എൻവലപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ലെങ്ത്ത് മെഷർ ചെയ്യണമെന്നില്ല. നമ്മുടെ ആ ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അതിനുള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ളൊരു മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇനി മെഷർ ചെയ്യണം എന്നുള്ളവർക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് മുകളിലേക്കും താഴേക്കും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഒരു എൻവലപ്പ് പോലെ കിട്ടും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് 2 സൈഡും ആ എൻവലപ്പിൻ്റെ ആ മടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു ക്യൂട്ട് എൻവലപ്പായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മെസ്സേജസ് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഒട്ടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഇനി ഇത് താഴ്ഭാഗം മുകളിലേക്കും മുകൾ ഭാഗം താഴേക്കും മടക്കിയാൽ നമുക്കൊരു ക്യൂട്ട് എൻവലപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, ഇതിനുള്ളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്
നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പ്ലസ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അതൊന്നും കളയണ്ട. ആ ഭാഗം എടുത്തിട്ട് ഞാൻ ഈ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു മെസ്സേജ് എഴുതുന്നത് പോലെ ഇങ്ങനെ നമുക്കൊരു ബുക്ക് മറിക്കുന്നത് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ എൻഡ് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആയിട്ട് തോന്നും നമുക്ക്. രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ താഴ്ഭാഗം ഒട്ടിച്ച് കൊടുത്താൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ ഒന്ന് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഞാനിതിൻ്റെ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗാണ്. അതിൻ്റെ കളർ കണ്ടോ, ബ്ലാക്ക് കളർ, നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ കാണുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട്, കാരണം നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വള്ളി കണ്ടോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സേഫായിട്ട് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ എടുത്ത് വെക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് റാൻഡമായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് കീറിയെടുക്കുകയോ ചെയ്തിട്ട് നമുക്കതിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ വൈറ്റ് കളർ ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, അതും ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കീറിയെടുക്കുകയാണ്. അന്നേരം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കട്ടിയില്ലാത്ത ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അല്ല, ഇതിപ്പോൾ പേപ്പർ ആവുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ വൈറ്റ് ബോർഡർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലും കൂടി ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും മെസ്സേജസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെയാണ്, ക്രോസ് ആയിട്ടാണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മെസ്സേജ് കാർഡ് ഉണ്ടല്ലോ, അതിന് താഴെ കുറച്ച് ഗ്ലൂ ഒട്ടിച്ചിട്ട് അതും ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് സംഭവങ്ങളെല്ലാം ഒട്ടിച്ച് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് മെസ്സേജസും കാര്യങ്ങളും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ്. ഈ എൻവലപ്പ് ഇതപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ രണ്ട് വശം കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ ചെറിയ പേപ്പറിലൊക്കെ ആക്കിയിട്ട് എഴുതി ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒട്ടിക്കാതെ വെച്ചാലും നമുക്കങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ്, കുറച്ച് ബട്ടർഫ്ലൈസും കുറച്ച് ലവ് സിമ്പിൾസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പേന യൂസ് ചെയ്തിട്ട് നമുക്കതിൽ എവിടെയൊക്കെയാണോ വിഷസ് എഴുതേണ്ടത് അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് ഇങ്ക്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഇങ്ക് മൈക്രോ പെന്നിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ഐഡിയാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ മെസ്സേജ് ബോക്സിനുള്ളിലൊക്കെ എഴുതാനുള്ളതും വെക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഐഡിയ പോലെയുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നേ ഉള്ളൂ.
അപ്പോൾ ഇത്രയാണ്. ഇനി ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് ബ്ലാങ്കായി കിടക്കുന്നുണ്ടോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസോ അങ്ങനെയുള്ള സംഭവങ്ങൾ, പോളറോയിഡ് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇതാ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക, അട്രാക്റ്റീവായി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള 1-2 സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വിഷസോ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കാം കേട്ടോ. ഈ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതുപോലെയുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയാക്കി ഒട്ടിച്ചെടുക്കാം. ഇത് ഞാൻ പേപ്പർ സർക്കിൾ ഷേപ്പിലുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്, സെമി സർക്കിൾ ഷേപ്പിലെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് നല്ലൊരു അടിപൊളിയാക്കിയിട്ട് കൊടുക്കാം. ഈ സംഭവം തന്നെ നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ് കേട്ടോ. നമുക്ക് പിങ്ക് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഫ്ലോറസൻ കളേഴ്സിലുള്ളതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ഷോപ്പിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ക്യൂട്ടായിട്ട് ഒരു ബെയറിൻ്റെ പിക്ചറും കൂടി ഞാൻ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബേബീസിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള തീമും അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല അട്രാക്റ്റീവായി തന്നെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ കാർഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് വിൻറ്റേജ് തീമിലുള്ള നല്ലൊരു അടിപൊളി കാർഡ് സെറ്റായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എന്നും സ്പെഷ്യലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ, നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടപ്പെട്ട നമുക്കിതുപോലുള്ള ഗിഫ്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.